ഇത് തിലകൻ ചേട്ടൻ്റെ ഞാൻ ഈ ഏമ കമ്മിറ്റി റിപ്പോർട്ട് തിലകൻ ചേട്ടൻ്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യനൊക്കെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ഒരു പരാമർശിക്കുന്നുണ്ട്. ആ പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ആ പേരല്ലെങ്കിലും ഇന്ന ആളുകൾ കൃത്യമായി ഇത്ര എണ്ണം വരെയൊക്കെയും കൊടുത്തിട്ടുണ്ട്. ഈ ഏമ കമ്മിറ്റി തിലകൻ ചേട്ടൻ്റെ രണ്ടാമത് ജീവൻ കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹമൊക്കെ വരട്ടെ. ഈ സർക്കാരാണ് നല്ല നിലപാടുകളിലൂടെയാണ് കാര്യങ്ങൾ ഉദ്ധരിച്ചു വരുന്നത്. വർഷവത്തരം, അശ്ലീലത്തരം. പഠിച്ച പരീക്ഷ എഴുതാൻ ആരും ക്ഷണിച്ചിട്ടില്ല. പഠിച്ച പരീക്ഷയിൽ മാർക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല. എന്താ പഠിക്കുന്നത്? 4 വർഷം കഴിഞ്ഞ് പൂർത്തിവെച്ച റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യന് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനിയെങ്കിലും ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ, സംഘടനകളിലെ എല്ലാവരെയൊക്കെ പറയും ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കും, നേരെ നിന്ന് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കും. ഇനി ഇങ്ങനെ മാറി പോകാതെ. അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലാവരും, നമ്മളൊക്കെ സഹായിക്കുന്ന ആളുകളൊക്കെയാണ്. പക്ഷെ ഇത്തരം സംഘടന എന്ന നിലയിൽ വിഷയങ്ങൾ അഡ്രസ് ചെയ്ത് പഠിക്കണം. മലയാള സിനിമ അല്ലെങ്കിൽ ഹിന്ദി സിനിമകളിൽ കുറെ കുറവാണെന്ന് കാണിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവാണ്, അല്ലെങ്കിൽ ലീഡ് റോൾസ് കിട്ടുന്നില്ല, അംഗീകാരങ്ങൾ കിട്ടുന്നില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിന് കാരണക്കാരൻ നമ്മളും കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആദാമിന്റെ ഭാര്യയിൽ നിന്നുള്ള സിനിമ ഇറങ്ങിയ സ്ഥലമാണ്. നമ്മുടെ ഒരു സിനിമ വേൾഡ് ഇന്ത്യൻ ലോക സിനിമ ചരിത്രത്തിന് അപൂർവമായ സിനിമയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, അത് കാണാത്തവരും കേൾക്കാത്തവരും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പറയും. ഒരു പറ്റം സ്ത്രീകൾ റെസ്ക്യൂ ഹോമിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന KG ജോർജിനെയും ക്യാമറയെയും സംഘത്തെയും തട്ടിമാറ്റി ഓടുകയും ചെയ്യുന്ന ക്ലൈമാക്സ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമ ചരിത്രത്തിലുണ്ടായിട്ട് അത്തരം സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് മണ്ണാണ് കേരളം. അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ ചോദ്യം വർഷങ്ങൾക്ക് ശേഷം ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണോ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ ഫൈറ്റാണ് എപ്പോഴും കണ്ടത്. എന്തുകൊണ്ട് സ്ത്രീക്കൊക്കെ കമേഴ്സ്യൽ സിനിമ ചിലപ്പോൾ കടകളൊക്കെ ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ചമർത്തിക്കൂടാ? കുറച്ച് ഫൈറ്റ് ആയിട്ട് ആളുകൾ കാണില്ലെന്നുള്ളൂ, കാണും. സ്ത്രീകളൊക്കെ ഫൈറ്റൊക്കെ ചെയ്യണം, സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ മാറും. കമേഴ്സ്യൽ സിനിമ അങ്ങനെയും ചെയ്യാൻ പോകും സ്ത്രീകളെ ഫൈറ്റ്. കാരണം എന്താ, നമ്മൾ അച്ഛന്മാരടി മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ ജീവിക്കും. നമ്മൾ അമ്മമാരടി കൂടെ ശരിക്കും കണ്ടിട്ടില്ല. കാലം മാറും, വരും. നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ഒരു ജീവിത സാഹചര്യത്തിൽ വരുമ്പോൾ ആ സിനിമയ്ക്കൂടെയുള്ള പ്രസക്തി മനസ്സിലാക്കും.